Hi everyone, welcome to Learn with Basil Nilamra and welcome to the part 4 of IAS 11 Effect of Changes in Foreign Currency Transaction. ഇപ്പോൾ പാർട്ട് 1ന്റെ കണ്ടിന്യൂഷൻ ആണ് ആക്ച്വലി പാർട്ട് 4. അപ്പോൾ നിങ്ങൾ പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രമേ പാർട്ട് 4ന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. പാർട്ട് 1 ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലുള്ള ഐ ബാർ ബട്ടൺ പ്രസ് ചെയ്യും. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബാർ ഓൺ ആക്കുകയും ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം കഴിഞ്ഞ പാർട്ടുകളിലെല്ലാം പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഫോർവേഡ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പാർട്ട് 1 ക്ലാസ്സിൽ പഠിച്ചു. ഫോർവേഡ് കോൺട്രാക്ട് രണ്ട് തരത്തിൽ ഫോർവേഡ് കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാം. ഒന്ന് ഓൺ പേർപ്പസ് അല്ലെങ്കിൽ ബിസിനസ് പേർപ്പസ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എന്താന്നുള്ളത് പാർട്ട് 1 പഠിച്ചു. അതിന്റെ ഒരു പ്രോബ്ലം പാർട്ട് 3 നമ്മൾ ചെയ്തു. ഇനി സ്പെക്കുലേറ്റീവ് പേർപ്പസിനാണെങ്കിൽ, ഊഹക്കച്ചവടത്തിനാണെങ്കിൽ നിങ്ങൾ ഒരു ട്രേഡർ ആണ്, ഫോർവേഡ് കോൺട്രാക്ട് ജസ്റ്റ് എൻറ്റർ ചെയ്യുന്നു, ബിസിനസ് പേർപ്പസിനൊന്നുമല്ല. ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഫ്യൂച്ചേഴ്സിന്റെയും ഓപ്ഷൻസിന്റെയും ഉള്ള പ്രൈസ് വേരിയേഷൻ അനുസരിച്ച് പ്രോഫിറ്റ് ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്പെക്കുലേറ്റീവ് പേർപ്പസ്. സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിച്ച സ്റ്റുഡൻസിന് അറിയുന്നുണ്ടാവും ഫ്യൂച്ചറും ഓപ്ഷനും ഫോർവേഡ് കോൺട്രാക്ട് എന്താണെന്നുള്ളത്. അത് ഹെഡ്ജിങ്ങിന് യൂസ് ചെയ്യുന്നത് ഓൺ ബിസിനസ് പേർപ്പസ് ആണെന്നും അതല്ലാതെ അതിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം എന്നുള്ളതും സ്പെക്കുലേറ്റീവ് പേർപ്പസ് അതിന്റെ പുറകിലുണ്ട് എന്നുള്ളതും നിങ്ങൾ ഓൾറെഡി SFM സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ട്. ആ ഭാഗത്തോട് ഞാൻ കിടക്കുന്നില്ല. ഇപ്പൊ സ്പെക്കുലേറ്റീവ് പേർപ്പസ് ആണോ അല്ലേ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കും? പാർട്ട് 3 എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഓൺ ബിസിനസ് പേർപ്പസ് ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്പർ 5 ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഇത് നമ്മൾ ഓൾറെഡി പാർട്ട് 3 ഡിസ്കസ് ചെയ്തതാണ്. ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഓർഗനൈസേഷൻ, എസ് ലിമിറ്റഡ് പർച്ചേസ്ഡ് പ്ലാന്റ്. അപ്പൊ ഈ പ്ലാന്റ് പർച്ചേസ് ചെയ്യുന്നത് ഫോറിൻ കറൻസിയിലാണ്. 4 മന്ത്സിന് ശേഷം അവർക്ക് അതിന്റെ പേയ്മെന്റ് മേക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഫോറിൻ കറൻസിയിലെ മൂവ്മെന്റ് അനുസരിച്ച് പ്രോഫിറ്റ് വരാം അല്ലെങ്കിൽ ലോസ് വരാം. അപ്പോൾ ഓൺ ബിസിനസ് പേർപ്പസിനാണ് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്, മെഷീന്റെ പേയ്മെന്റ് ഫോറിൻ കറൻസിയിലാണ്, അതിന്റെ ഫ്ലക്ച്വേഷൻസ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരൊരു ഫോർവേഡ് കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ മെഷീൻ വാങ്ങിക്കുന്നത് ബിസിനസ് ആണ്. അപ്പൊ ബിസിനസ് പേർപ്പസിനാണ് മെഷീൻ വാങ്ങിച്ചിരിക്കുന്നത്, അതിന്റെ ഫ്ലക്ച്വേഷൻസ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഫോർവേഡ് കോൺട്രാക്ട് ഹെഡ്ജിങ് നടത്തിയിട്ടുണ്ട്. ഇതാണ് ഓൺ ബിസിനസ് പേർപ്പസ്. ഇത് ഓൾറെഡി നമ്മൾ പാർട്ട് 1 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിന്റെ പ്രോബ്ലം പാർട്ട് 3 ചെയ്തിട്ടുണ്ട്. പാർട്ട് 4 നമ്മൾ പഠിക്കുന്നത് ഇത് സ്പെക്കുലേറ്റീവ് പേർപ്പസിനാണ് ഫോർവേഡ് കോൺട്രാക്ട് എൻറ്റർ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. പാർട്ട് 1 ക്ലാസ്സിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് പോകണം. ഇയർ എൻഡിൽ ഇതാണ് നമ്മൾ പഠിച്ചത്. സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഫോർവേഡ് കോൺട്രാക്ട് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ, ഇയർ എൻഡിൽ കൈവശം ഉണ്ടെങ്കിൽ അത് അന്നത്തെ ക്ലോസിംഗ് റേറ്റിൽ അന്നത്തെ ഫെയർ വാല്യൂലാണ് ബുക്സിൽ കാണിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ കാണിച്ച വാല്യൂ, പർച്ചേസ് ചെയ്ത വാല്യൂ അല്ലെങ്കിൽ ഓൾറെഡി കാണിച്ച വാല്യൂ, ഇയർ എൻഡിലെ ഫെയർ വാല്യൂ സ്വാഭാവികമായിട്ടും വ്യത്യാസം ഉണ്ടാവും. എക്സ്ചേഞ്ച് ആണ്, ഫോറിൻ എക്സ്ചേഞ്ച് ആണ്, പ്രൈസ് മൂവ് ചെയ്യും. ആ ഡിഫറൻസ് P&L പോകും. ഇതാണ് പാർട്ട് 1 പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ് നമ്മൾ പഠിക്കുന്നത്. ഫോർവേഡ് കോൺട്രാക്ട് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ് ആസ് പെർ AS 11 റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 6 വായിക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 6 ഇതുമായി ബന്ധപ്പെട്ട കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. Mr. A bought a forward contract for 3 months of $1 lakh on 1st March 2018 at $1 equal to 47 rupees 47.10 when exchange rate was 47.02. ഇപ്പോൾ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഈ 47.10 എന്ന് പറയുന്നതാണ് ഫോർവേഡ് റേറ്റ്, ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ്. അന്ന് 47.02 മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇതാണ് സ്പോട്ട് റേറ്റ്. On 31st March 2018, when he closed the books of accounts, the forward rate of 2 months was $1 equal to 47.15. So 31st March ആണ് ഇയർ ഉണ്ട്. അന്ന് ഇതിന്റെ റേറ്റ് 47.15 ആയിരുന്നു. On 30th April 2018, he decided to sell the contract at 47.18 per dollar. Show how the profits from the sale of contract will be recognized in 17-18 as well as 18-19. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കുന്നുണ്ട് ഞാൻ.
മിസ്റ്റർ എ ഒരു ഫോർവേഡ് കോൺട്രാക്ട് എൻട്രി ചെയ്തു 1st March 2018. 1st March 2018 എൻട്രി ചെയ്ത് അന്നത്തെ എക്സ്ചേഞ്ച് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് 47.10 ആണ്. ഇനി മനസ്സിലാക്കേണ്ടത് ഓൺ പേർപ്പസിനാണെങ്കിൽ നമ്മൾ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റും സ്പോട്ട് റേറ്റും ആണ് കമ്പയർ ചെയ്യുക. ഇത് ഓൺ പേർപ്പസ് അല്ല. ഇപ്പൊ സ്പോട്ട് റേറ്റ് തന്നിട്ടുണ്ടെങ്കിലും ഇഗ്നോർ ചെയ്യാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ട് 1 31st March 2018 ഈ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് അന്നത്തെ ക്ലോസിംഗ് റേറ്റിലാണ് ബുക്സിൽ കാണിക്കുന്നത്. അന്നത്തെ ക്ലോസിംഗ് റേറ്റ് എന്ന് പറയുന്നത് 47.15 ആണ് 31st March 2018 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.05 പ്രോഫിറ്റ് മേക്ക് ചെയ്തു. ഈ പ്രോഫിറ്റ് എവിടെ കാണിക്കും? SOPL കാണിക്കും. പെർ ഡോളർ ആണ് പ്രോഫിറ്റ് മേക്ക് ചെയ്തിരിക്കുന്നത്. റുപ്പീസ് പെർ ഡോളർ ആണ് മേക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എത്ര ഡോളർ ആണ് കോൺട്രാക്ട് ഉള്ളത്? 1 lakh. അപ്പോൾ ഇൻറ്റു 1 lakh. ഇപ്പോൾ ടോട്ടൽ റുപ്പീസ് 5,000 ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ട പ്രോഫിറ്റ്. അപ്പൊ ഇതാണ് നമ്മളോട് ചോദിച്ചത് 17-18 ഫിനാൻഷ്യൽ ഇയറിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ട എമൗണ്ട് ആണ് 5,000. അടുത്തത് ഇപ്പൊ 31st March 2018 അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് പറയുകയാണെങ്കിൽ 1st April 2018 ഒരു ഫോർവേഡ് കോൺട്രാക്ട് ഉണ്ട്. ആ ഫോർവേഡ് കോൺട്രാക്ട് ഇപ്പൊ ബുക്സിൽ കാണിച്ചിരിക്കുന്നത് അതിന്റെ ക്ലോസിംഗ് റേറ്റ് ആയിട്ടുള്ള 47.15 ആണ്. 30th April 2018 ഇത് 47.18 വിറ്റു. 30th April 2018 സെല്ല് ചെയ്തു 47.18 എന്ന് പറഞ്ഞാൽ അപ്പോൾ വീണ്ടും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി. സ്പെക്കുലേറ്റീവ് പേർപ്പസ് ആണ്. പ്രോഫിറ്റ് 0.03. ടോട്ടൽ $1 lakh ഇതാണ്. റുപ്പീസ് പെർ ഡോളർ ആണ് 0.03. അപ്പോൾ ടോട്ടൽ 3,000 ആണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയത്. ഇത് നെക്സ്റ്റ് ഇയറിലാണ്. ഇതപ്പോൾ 2018-19 പ്രോഫിറ്റ് ആണ്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് ഇതിൽ ഒരു കാര്യം കൂടി ഫോറിൻ എക്സ്ചേഞ്ചിൽ പഠിക്കാനുള്ളൂ. ഒരു ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ നോൺ ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ അതിന്റെ ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ്, P&L, ഇയർ എൻഡിൽ ഇന്ത്യൻ കറൻസിയിലോട്ട് റീട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ തിയറി പാർട്ട് ഓൾറെഡി പാർട്ട് 1 പഠിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഞാൻ പാർട്ട് 5 ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പാർട്ട് 5 ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബാർ ഓൺ ചെയ്യണം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ചാനൽ വരുന്നത് CMA തൃശ്ശൂർ ചാപ്റ്ററിന്റെ ലിങ്കുമായി അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇതിലായിരിക്കും. അതല്ലാതെ ഞാൻ ചില ടോപ്പിക്സിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് സ്റ്റുഡൻസിന് ഒരു വാല്യൂ ആഡഡ് സർവീസ് ആയിട്ട് ഞാൻ ഈ ലേൺ വിത്ത് ബാസിൽ നീലാംബ്ര എന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് വാല്യൂ ആഡഡ് സർവീസ് ആയിട്ട് ചില കാര്യങ്ങൾ ഞാൻ ഈ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബാർ ഓൺ ആക്കുകയും ചെയ്യണം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.